സൈനിക ആസ്ഥാനത്ത് നടന്ന പുതിയ ഇസ്രായേൽ സൈനിക മേധാവിയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും മുൻ സൈനിക മേധാവി ഹെർസി ഹലേവിയും പങ്കെടുത്തു. 2023 ഒക്ടോബർ 7 ഹമാസ് ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് മുൻ IDF ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി പദവിയിൽ നിന്നും രാജിവെച്ചത്. ഈ ഒഴിവിലേക്കാണ് ഇസ്രായേൽ പ്രതിരോധ സേനയിലെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യവും നേതൃത്വവും വഹിച്ചിട്ടുള്ള മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ അധികാരമേറ്റെടുത്തിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിശ്വസ്തരിൽ ഒരാളാണ് ഇദ്ദേഹം. സൈനിക മേധാവിയായി അധികാരമേറ്റതിനു ശേഷം ആദ്യം നടത്തിയ പ്രഖ്യാപനങ്ങൾ വളരെ പ്രസക്തമാണ്. 2025 ഗാസയെയും ഇറാനെയുമായിരിക്കും ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നതെന്ന വ്യക്തമായ സന്ദേശമാണ് അദ്ദേഹം പങ്കുവച്ചത്. പ്രതിരോധത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. വിജയമാണ് ലക്ഷ്യമെന്നും ഇയാൽ സമീർ വ്യക്തമാക്കുന്നു. കൂടാതെ ഹമാസ് പിടിയിലുള്ള എല്ലാ ബന്ദികളെയും തിരികെ കൊണ്ടുവരുവാനുള്ള പരിശ്രമങ്ങൾ തുടരും. 2025 രണ്ടാം പകുതിയിൽ IDF ബഡ്ജറ്റ് ചട്ടക്കൂട് സജ്ജീകരിക്കും. ഇറാന്റെ മേലുള്ള സൈനിക നടപടികൾക്ക് പ്രത്യേക സ്ട്രാറ്റജിയും ഇറാന്റെ ആണവ പദ്ധതികളെ തകർക്കാൻ പ്രത്യേക തയ്യാറെടുപ്പുകളും നടത്തും. IDF ഇന്റലിജൻസ്, ഇസ്രായേൽ എയർഫോഴ്സ് ഇവയെ കൂട്ടിയിണക്കി പ്രത്യേക യൂണിറ്റുകൾ ഇറാൻ കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുമെന്നും സൈനിക മേധാവി വ്യക്തമാക്കുന്നു. കൂടാതെ പുതിയ ഒരു ടാങ്ക് ഡിവിഷൻ കൂടി ചേർക്കാനും പുതിയ ഇൻഫൻട്രി ഡിവിഷൻ ചേർക്കുന്നത് പരിഗണിക്കാനുമുള്ള തീരുമാനമായിരിക്കുന്നു. ഇസ്രായേലിലെ നോർത്തേൺ കമാൻഡിന് സമാന്തരമായി പ്രവർത്തിക്കുന്ന നോർത്തേൺ ഇൻഫൻട്രി ഫോഴ്സ് കമാൻഡിനെയും പുതിയ IDF ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ സ്ഥാപിക്കുമെന്നാണ് പ്രഖ്യാപിച്ചത്. പുതിയ മേധാവിയുടെ വരവ് ഇസ്രായേലിന്റെ പ്രതിരോധ മേഖലകളിൽ സമ്പൂർണ്ണ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.